പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 15 ഗവൺമെൻറ് കോളേജുകളിലെ BSc നഴ്സിംഗ് സീറ്റുകളിലേക്കും പാരാമെഡിക്കൽ സീറ്റുകളിലേക്കും പൂർണ്ണമായിട്ടും അഡ്മിഷൻ നടത്തുന്നത് LBS സെൻറ്റർ എന്ന വെബ്സൈറ്റ് വഴിയാണ്. എന്നാൽ 130ഓളം വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് പൂർണ്ണമായിട്ടും LBS സെൻറ്റർ എന്ന വെബ്സൈറ്റ് വഴിയല്ല. അവിടെയുള്ള 50% സീറ്റുകളിലേക്ക് മാത്രമാണ് LBS സെൻറ്റർ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തുന്നത്. ബാക്കി വരുന്ന 50% സീറ്റുകൾ, ബാക്കി 50% സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ്. ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് LBS സെൻറ്റർ വെബ്സൈറ്റ് വഴിയല്ല, വിവിധ അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ തന്നെ ചില കോളേജുകൾ നേരിട്ടുമാണ്. ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലായിരിക്കും അഡ്മിഷൻ നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ലഭ്യമായിട്ടില്ല. ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. കേരളത്തിലാകെ 7100 മുകളിൽ BSc നഴ്സിംഗ് സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ 2000ഓളം സീറ്റുകൾ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുമായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 9000-ന് മുകളിൽ സീറ്റുകളുണ്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളിലായിട്ട്. ഇതിൽ 50% സീറ്റുകൾ, അതായത് 4500ഓളം സീറ്റുകൾ ഫിൽ ചെയ്യുന്നത് LBS വഴിയാണ്. ബാക്കി സീറ്റുകളാണ് മറ്റു രീതിയിൽ അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് LBS സെൻറ്റർ വഴി സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഏതെങ്കിലും രീതിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും തമ്മിലുള്ള ആ സീറ്റുകൾ തമ്മിലുള്ള അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എടുത്താൽ അവിടെ 100 സീറ്റ് ഉണ്ട് എന്ന് കരുതുക. അതിൽ 50 സീറ്റുകളാണ് LBS വഴി ഫിൽ ചെയ്യുന്നത്. ബാക്കി സീറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ്. അത് മറ്റ് രീതിയിൽ അവർക്ക് ആർക്ക് വേണമെങ്കിൽ നൽകാവുന്നതാണ്. എന്നാൽ പോലും പല പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ സംഘടിതമായി വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ ക്ഷണിച്ച് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് ബേസിൽ തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. LBS വഴി മെറിറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ റിസർവേഷനുള്ള ചില വിഭാഗങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് നൽകേണ്ടി വരിക. SC വിഭാഗം, ST വിഭാഗം, OEC വിഭാഗം, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങളുണ്ട്. അതായത് എല്ലാ വിഭാഗങ്ങളും വരുന്നില്ല. OEC വിഭാഗം വിദ്യാർത്ഥികൾ നൽകുന്ന അതേ ഫീസ് തന്നെ നൽകേണ്ടി വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങളുണ്ട്. അവരും 1000 രൂപ മാത്രം നൽകിയാൽ മതി. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളുണ്ട്. അത് ഏത് വിഭാഗത്തിൽ വരുന്നവരുമാകാം. ആ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ ആ ഒരു വിഭാഗങ്ങൾക്കും 1000 രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്. അതായത് വ്യത്യസ്ത കോഴ്സുകൾക്ക് 80,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ഫീസ് നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. അതായത് OBC വിഭാഗത്തിൽ വരുന്ന മുസ്ലിം വിഭാഗം, ഈഴ വിഭാഗം, അങ്ങനെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട്. അവർ എല്ലാവരും, അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളും 1 ലക്ഷം, അതായത് നേരത്തെ പറഞ്ഞ 1 ലക്ഷത്തോളം രൂപ ഏകദേശം ഫീസ് നൽകേണ്ടി വരുന്നതാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഫീസ് ഇളവുകളും ലഭിക്കുന്നതല്ല. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഫീസ് തന്നെ നൽകേണ്ടി വരും. അതിൽ ഇൻസ്റ്റാൾമെൻറ്റുകളൊന്നും അനുവദിക്കാറില്ല. ഈ ഫീസ് ഇളവ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഫീസ് ഇളവ് ലഭിക്കാത്തത്. പക്ഷേ മറ്റ് പല സ്കോളർഷിപ്പുകൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഇത്ര വലിയ തുക ആ സ്കോളർഷിപ്പ് വഴിയൊന്നും വിദ്യാർത്ഥികൾക്ക് സാധാരണ ലഭിക്കാറില്ല. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ള കാര്യം നോക്കാം. മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്. അതായത് 80,000 രൂപ മുതൽ 1,50,000 രൂപ വരെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും ഫീസ് നൽകേണ്ടി വരുന്നതാണ്. ഒരു വിഭാഗങ്ങൾക്കും ഫീസ് ഇളവുകളൊന്നും ലഭിക്കുന്നതല്ല. അതുകൂടാതെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു സ്കോളർഷിപ്പുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള അർഹതയും ലഭിക്കുന്നതല്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ SC വിഭാഗമായാലും ST വിഭാഗമായാലും ഏത് വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ആയാലും നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്. ഫീസ് ഇളവ് ആർക്കും തന്നെ ലഭിക്കുന്നതല്ല. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം.
ഇനി ചില വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്, മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്താലും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്താലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത്. ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടാകുന്നതല്ല. ആരാണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തത്, ആരാണ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തത് എന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റിലൊന്നും ഉണ്ടാകുന്നതല്ല. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് പരിഗണിക്കുക. രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരുപോലെ ആയിരിക്കും. ഇനി മാനേജ്മെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പ്രത്യേകം അറിയിക്കാനുള്ള ഒരു കാര്യം, LBS വഴി ഓപ്ഷൻ നൽകുമ്പോൾ ചില കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കും ഓപ്ഷൻ നൽകാനുള്ള അവസരം ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിങ്ങൾ അതിലേക്കാണ് ഓപ്ഷൻ നൽകി അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് LBS വഴി അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിഭാഗങ്ങൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് ലഭിക്കുന്ന യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. നിങ്ങളും പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്. അതായത് LBS വഴി ഓപ്ഷൻ നൽകുമ്പോൾ ചില കോളേജുകളുടെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്താൽ ഒരു വിദ്യാർത്ഥിയെ ഏത് രീതിയിലാണോ പരിഗണിക്കുന്നത് അതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന. ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ചും LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്താൽ ഫീസ് ഇളവ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ അതുപോലെ തന്നെ മറ്റ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.